റമദാൻ സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുക. നമുക്ക് ടോട്ടലായിട്ടൊരു 4 മതി. ഞാനത് ഓൾറെഡി എനിക്ക് കുറച്ച് റോസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും എണ്ണയിൽ സോട്ട് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്, അത്രക്കും ടേസ്റ്റാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉള്ളി നന്നായിട്ട് ഗോൾഡൻ കളർ ആവണ്ട കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുക്കുക. ജാറെടുത്തേക്ക് അതിലേക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിത് ചേർക്കുന്നതൊക്കെ മിക്സിയിലാണ്, കാരണം നമുക്ക് കൈയോടൊന്നോ കുഴക്കാനോ പരത്താനോ ഒന്നുമില്ല, എല്ലാം മിക്സിയിലാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇനി നമ്മൾ 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് എന്നിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളീൻ്റെ മസാല ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ആകുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ആ മുട്ട നമ്മൾ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പീസാണോ കട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കട്ട് ചെയ്യാൻ. ഞാനിവിടെ ഒരു മുട്ടനെ 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മുട്ട എല്ലാ സൈഡിലേക്കും നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓരോരാൾക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടനെ 2 ആക്കിയിട്ടും കട്ട് ചെയ്യട്ടെ. അതിൻ്റെ മുകളിൽ കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മാവ് കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ മുട്ടയൊക്കെ കവറാകുന്ന പോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതിനെ നമ്മൾ കവർ ചെയ്തിട്ട് നമ്മൾ 20 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക. മേലെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 20 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് 1 സെക്കൻഡ് മാത്രം ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണോ കട്ട് ചെയ്യാൻ ആ ഷേപ്പിൽ വേണം കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ആകെ ഇനി 2 ദിവസമേ ഉള്ളൂ, 1 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് F3 Fahi. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്.